എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് GKയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നെയിം ദ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? അപ്പം ഈ INCയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ഒരു PYQ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ഈ INCയുടെ പ്രസിഡന്റിനെ കുറിച്ചും അതുപോലെ തന്നെ വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ വിദേശിയായ ആദ്യത്തെ പ്രസിഡന്റ്, അതുപോലെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഒന്നുകൂടെ നോക്കാം. നെയിം ദ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകൃതമായത്? അത് 1885-ലാണ്. INC രൂപീകൃതമായത് എന്നാണ്? 1885-ലാണ്. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് എവിടെ വെച്ചായിരുന്നു? ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് മീറ്റിംഗ് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിന് എത്ര അംഗങ്ങളാണ് പങ്കെടുത്തത്? ഇതെല്ലാം PYQ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ INCയുടെ ആദ്യത്തെ മീറ്റിങ്ങിന് 72 അംഗങ്ങളാണ് പങ്കെടുത്തത്. INC എന്ന് രൂപീകരിച്ചു? 1885. എവിടെയായിരുന്നു ഫസ്റ്റ് സെഷൻ? അത് ബോംബെയിലായിരുന്നു. എത്ര മെമ്പേഴ്സാണ് ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്? അത് 72 മെമ്പേഴ്സാണ്. അങ്ങനെയെങ്കിൽ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. എങ്കിൽ വിദേശിയായ INCയുടെ പ്രസിഡന്റായ ഫസ്റ്റ് ഫോറിനർ ആരാണ്? അത് ജോർജ് യൂളാണ്. ഇംഗ്ലീഷുകാരനാണ് ജോർജ് യൂൾ. ഏത് വർഷം? 1888 അലഹബാദ് സെഷനിലാണ് ആര് പ്രസിഡന്റ് ആവുന്നത്? ജോർജ് യൂൾ പ്രസിഡന്റ് ആവുന്നത്. അപ്പം INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? അത് ആനി ബെസന്റ് ആണ്. INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസന്റ് ആണ്. ഏത് സെഷൻ? കൽക്കത്ത സെഷനാണ്. 1917-ലാണ്. അങ്ങനെയെങ്കിൽ INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ വനിത അത് സരോജിനി നായിഡു ആണ്. അപ്പോൾ INCയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസന്റ് ആണ്. 1917 കൽക്കത്ത സെഷനാണ്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് സരോജിനി നായിഡു ആണ്. ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഉണ്ട്. ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അത് ഏത് വർഷം, ഏത് സെഷൻ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ PYQയിൽ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഗാന്ധിജി INCയുടെ പ്രസിഡന്റ് ആയത് ഏത് വർഷമാണ്? 1924-ലാണ്. 1924-ലാണ്. ഏത് സെഷനാണ്? ബെൽഗാം സെഷനിലാണ് ഗാന്ധിജി ഒറ്റത്തവണ INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് 1924 ബെൽഗാം സെഷനിലാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. INC എന്നാണ് രൂപീകൃതമാകുന്നത്? 1885-ലാണ്. ആദ്യത്തെ മീറ്റിംഗ് എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ്. എത്ര പേരാണ് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത്? 72 പേരാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജിയാണ്. ഫസ്റ്റ് ഫോറിൻ അല്ലെങ്കിൽ ആദ്യ വിദേശിയായ ആദ്യ പ്രസിഡന്റ് ആരാണ് INCയുടെ? അത് ജോർജ് യൂളാണ്. അലഹബാദ് സെഷൻ 1888-ലാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ്. 1917 കൽക്കത്ത സെഷനാണ്. ഇപ്പോൾ INCയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഗാന്ധിജി പ്രസിഡന്റായ INC സെഷൻ എവിടെ വെച്ചാണ് നടന്നത്? ബെൽഗാമിൽ വെച്ചാണ് നടന്നത്. ഏത് വർഷമാണ് നടന്നത്? 1924-ലാണ്. മറക്കല്ല്, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡോ ലാംഗ്വേജ് ഈസ് സ്പോക്കൺ മെയിൻലി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ബോഡോ എന്ന് പറയുന്ന ലാംഗ്വേജ് ഭാഷ മെയിനായിട്ടും സംസാരിക്കുന്നത്? ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസാം, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, കർണാടക. ഏത് സംസ്ഥാനത്താണ്? അത് അസമിലാണ്. അപ്പം അസാമിലെ ഒരു ട്രൈബൽ വിഭാഗമാണ് എന്ത്? ബോഡോ എന്ന് പറയുന്നത്. അപ്പം ബോഡോ ലാംഗ്വേജ് എവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് മെയിനായിട്ടും ഈ ബോഡോ ലാംഗ്വേജ് സംസാരിക്കുന്നത്? അത് അസമിലാണ്. ബോഡോ ട്രൈബ്സ് മെയിനായിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണെന്നും ചോദ്യം വന്നിട്ടുണ്ട്. അതേത് സംസ്ഥാനമാണ്? അതും അസാമിലാണ്. അതുപോലെ തന്നെ അസാമുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് PYQയിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അഹോം ഡൈനാസ്റ്റി. അഹോം എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ട്. ആ ഡൈനാസ്റ്റി ഏത് സംസ്ഥാനത്തായിരുന്നു എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അത് ഏത് സംസ്ഥാനത്താണ്? അത് അസമിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച അസമിനെ കുറിച്ച് ഈ ഒരു ചോദ്യത്തിൽ നിന്നും? ബോഡോ ലാംഗ്വേജ് എവിടെയാണ് മെയിനായിട്ട് സ്പീക്ക് ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത്? അത് അസമിലാണ്. അതുപോലെ തന്നെ ബോഡോ ട്രൈബ്സിനെ കാണപ്പെടുന്ന ഏത് സംസ്ഥാനത്താണ്? അതും അസമിലാണ്. അഹോം ഡൈനാസ്റ്റി ഏത് സംസ്ഥാനത്തെയാണ്? അതും ആസാമിലെയാണ്. അപ്പം മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. PYQയിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ബോഡോ ലാംഗ്വേജ് എവിടെയാണ്? അസമിലാണ്. ബോഡോ ട്രൈബ്സ് എവിടെയാണ്? അസമിലാണ്. അതുപോലെ തന്നെ അഹോം ഡൈനാസ്റ്റി എവിടെയാണ്? അതും അസമിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഒഫീഷ്യൽ കറൻസി ഓഫ് യൂറോപ്യൻ യൂണിയൻ? യൂറോപ്യൻ യൂണിയൻ അണ്ടറിൽ വരുന്ന രാജ്യങ്ങളുടെ ഒഫീഷ്യൽ കറൻസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. yen, ഡോളർ, യൂറോ, പൗണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഒഫീഷ്യൽ കറൻസി ഏതാണ്?
പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണത്. അത് യൂറോ ആണ്. അങ്ങനെയെങ്കിൽ യെൻ ഏത് രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ കറൻസിയാണ്? അത് ജപ്പാൻ്റെയാണ്. ജപ്പാന്റെ ഒഫീഷ്യൽ കറൻസിയാണ് യെൻ എന്ന് പറയുന്നത്. ഡോളർ ഏത് രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ കറൻസിയാണ്? ഡോളർ എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും ഒഫീഷ്യൽ കറൻസിയാണ്. അപ്പോൾ ഡോളർ ഒരു രാജ്യത്തിൻ്റെ മാത്രം ഒഫീഷ്യൽ കറൻസി അല്ല, പല രാജ്യങ്ങളുടെ ഒഫീഷ്യൽ കറൻസിയാണ്. ഏകദേശം 20-ലധികം രാജ്യങ്ങളുടെ, ഈ ഡോളർ ആയാലും യൂറോ ആയാലും പൗണ്ട് ആയാലും എന്താണ്, ഒരു രാജ്യത്തിൻ്റെ മാത്രം ഒഫീഷ്യൽ കറൻസി അല്ല. ഡോളർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഏതാണ്? അത് USA ആണ്. അപ്പോൾ USA മാത്രമാണോ? അല്ല. കാനഡയുടെ കറൻസി എന്താണ്? അതും ഡോളറാണ്. സിംഗപ്പൂരിൻ്റെ എന്താണ്? അതും ഡോളറാണ്. ഇതെല്ലാം ഡോളർ തന്നെയാണ്. USA വരുമ്പോൾ അത് US ഡോളർ ആവും, കാനഡ വരുമ്പോൾ കനേഡിയൻ ഡോളർ, സിംഗപ്പൂർ വരുമ്പോൾ സിംഗപ്പൂർ ഡോളർ, ന്യൂസിലാൻഡ് വരുമ്പോൾ ന്യൂസിലാൻഡ് ഡോളർ. അങ്ങനെയെങ്കിൽ പൗണ്ട് വരുമ്പോഴോ? പൗണ്ട് ഇതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ മാത്രം കറൻസി അല്ല, അതും പല പല രാജ്യങ്ങളുടെ എന്താണ്, ഒഫീഷ്യൽ കറൻസിയാണ്. അപ്പോൾ പൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു പേരുണ്ട്. ഏതാണത്? അത് UK ആണ്, ബ്രിട്ടൻ ആണ്. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ കറൻസി എന്താണ്? അതും പൗണ്ടാണ്. പിന്നെന്താണ്, വെയിൽസിൻ്റെ കറൻസി എന്താണ്? അതും പൗണ്ടാണ്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മാത്രം കറൻസി ആയിട്ട് വരുന്നതല്ല എന്ത്, ഡോളറും യൂറോയും പൗണ്ടും ഒന്നും. പക്ഷേ യെൻ എന്താണ്? ജാപ്പനീസ് യെൻ. കേട്ടിട്ടില്ലേ നിങ്ങൾ? യെൻ എന്ന് പറയുന്നത് ജപ്പാന്റെ ഒഫീഷ്യൽ കറൻസിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ ബിൽഡിംഗ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന? ചൈനയിലെ വൻമതിൽ പണിതത് ആര്, അല്ലെങ്കിൽ പണിയാൻ കാരണക്കാരനായത് ആരാണ്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയോ. ഓപ്ഷൻസ് നമ്മൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അതുപോലൊന്നും ആയിരിക്കത്തില്ല വായിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ട് ചെയ്തു. ആരാണ് ചൈനയിലെ വൻമതിൽ പണിയാൻ കാരണക്കാരനായത്, അല്ലെങ്കിൽ ചൈനയിലെ വൻമതിൽ പണിതത് ആരാണ്? അത് ക്വിൻ ഷി ഹുവാങ് ആണ്. ആരാണ്? ഓപ്ഷൻ എ, ക്വിൻ ഷി ഹുവാങ്. അപ്പോൾ ആരായിരുന്നു ഈ ക്വിൻ ഷി ഹുവാങ് എന്ന് പറയുന്നത്? അത് ചൈനയിലെ ആദ്യത്തെ എംപറർ, ഫസ്റ്റ് എംപറർ ഓഫ് ചൈന ആയിരുന്നു. ആര്? ക്വിൻ ഷി ഹുവാങ്. അവിടുത്തെ ക്വിൻ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ആ ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു. അതുപോലെ തന്നെ ചൈനയുടെ ഫസ്റ്റ് എംപറർ ആയിരുന്നു ആര്? ക്വിൻ ഷി ഹുവാങ്. അദ്ദേഹമാണ് എന്ത്, ചൈനയിലെ വൻമതിൽ പണിയിപ്പിച്ചത്. അപ്പം ആരാണ് ചൈനയിലെ വൻമതിൽ പണിയിപ്പിച്ചത്? അത് ക്വിൻ ഷി ഹുവാങ് ആണ്. അത് ആരായിരുന്നു? ചൈനയിലെ ആദ്യത്തെ എംപറർ ആയിരുന്നു. ആര്? ക്വിൻ ഷി ഹുവാങ്. അതുപോലെ തന്നെ ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാവായിരുന്നു അദ്ദേഹം? അദ്ദേഹം ഏത് ഡൈനാസ്റ്റിയിലായിരുന്നു? ചൈനയിലെ ക്വിൻ ഡൈനാസ്റ്റിയിലെ ഒരു റൂളർ ആയിരുന്നു. ചൈനയുടെ ഫസ്റ്റ് എംപറർ ആയിരുന്നു. അതുപോലെ തന്നെ ചൈനയുടെ ഗ്രേറ്റ് വാൾ പണിയാൻ കാരണക്കാരനായത്, അല്ലെങ്കിൽ പണിയിപ്പിച്ചത് ആരാണ്? അത് ക്വിൻ ഷി ഹുവാങ് ആണ്. The BP Mandal Commission was set up to study the reason for the backwardness of dash. അതായത് BP മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. അത് താഴെ പറയുന്നവയിൽ ആരുടെ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിന്റെ പിന്നോക്കം പോകാനുള്ള കാരണങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടി രൂപീകരിച്ച ഒരു കമ്മീഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, റൂറൽ വിമൻ ആൻഡ് ചിൽഡ്രൻ, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. സോഷ്യലി ആൻഡ് ഈ സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് തിരുത്തിക്കോണം. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നാണ്, എക്കണോമിക്കലി അല്ല. അത് സ്ലൈഡ് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നാണ്, തിരുത്തണം, മറക്കരുത്. അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? BP മണ്ഡൽ കമ്മീഷൻ എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ്? ആര് പിന്നോക്കം നിൽക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടി രൂപീകരിച്ച കമ്മീഷനാണ് BP മണ്ഡൽ കമ്മീഷൻ. അത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. നിങ്ങൾ അത് തിരുത്താൻ മറക്കല്ലേ. എക്കണോമിക്കലി അല്ല, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്നാണ്. അപ്പോൾ ഈ കമ്മീഷന്റെ മറ്റൊരു പേര് തന്നെ എന്താണ്? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഈ BP മണ്ഡൽ കമ്മീഷൻ എന്നാണ് രൂപീകരിക്കുന്നത്? 1979 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. BP മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാണ്? 1979. ആരാണ്, അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയുടെ കീഴിലാണ് രൂപീകരിക്കുന്നത്? അത് മൊറാർജി ദേശായിയുടെ നിർദ്ദേശപ്രകാരമാണ്. എന്ത്, നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയുടെ നിർദ്ദേശപ്രകാരമാണെന്ത് BP മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ചെയർമാൻ ആരായിരുന്നു കമ്മീഷന്റെ? സ്വാഭാവികമായിട്ടും ആരായിരിക്കും? BP മണ്ഡൽ ആയിരുന്നു. അപ്പം BP മണ്ഡൽ കമ്മീഷൻ എന്നാണ് രൂപീകരിക്കുന്നത്? 1979. മൊറാർജി ദേശായിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്? ആര് പിന്നോക്കം നിൽക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ രൂപീകരിക്കുന്നത്? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പോൾ ഈ കമ്മീഷൻ അറിയപ്പെടുന്നത് തന്നെ എന്താണ്? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് കമ്മീഷൻ എന്നാണ് ഈ കമ്മീഷനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ എന്ന് രൂപീകരിക്കുന്നു? 1979 രൂപീകരിക്കുന്നു. പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. BP മണ്ഡൽ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? BP മണ്ഡൽ ആയിരുന്നു. The annual buffalo race called Kambala is a festival celebrated in which Indian state? കമ്പള എന്ന ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് നടത്തപ്പെടുന്നതാണ്?
കേരള, കർണാടക, പഞ്ചാബ്, ഒഡീഷ. ഏതാണ്? അത് കർണാടകയിൽ നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ഇവിടെ മരവടി എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നില്ലേ? അത് തന്നെയാണ് എന്ത്? കർണാടകയിലെ കമ്പള എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. അപ്പം കമ്പള എന്ന് പറയുന്ന ഫെസ്റ്റിവൽ എവിടെയാണ് നടത്തുന്നത്? അത് കർണാടകയിലാണ്. ബഫല്ലോ റേസ് ആണ്. എങ്കിൽ തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ബഫല്ലോയും അതുപോലെ തന്നെ കാളകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഫേമസ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ. അതേതാണ്? ജല്ലിക്കെട്ടാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ജല്ലിക്കെട്ട് ഏത് സംസ്ഥാനത്തെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിലെയാണ്. അപ്പം കമ്പള ഏത് സംസ്ഥാനത്താണ്? മറക്കരുത്, നോട്ട് ചെയ്ത് വെച്ചോ. കമ്പള എവിടെയാണ്? അത് കർണാടകയിലാണ്. അപ്പോൾ കമ്പള എവിടെയാണ് നടക്കുന്നത്? അല്ലെങ്കിൽ കമ്പള എവിടുത്തെ ഫെസ്റ്റിവലാണ്? കർണാടകയിലെ ഫെസ്റ്റിവലാണ്. ഫുള്ളറീൻസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് കാർബൺ ആറ്റംസ്. ഫുള്ളറീൻസിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഫുള്ളറീൻസ് എന്ന് പറയുന്നത്? അതൊരു കാർബണിൻ്റെ ഒരു അലോട്രോപ്പ് ആണ് എന്ത്? ഫുള്ളറീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ അലോട്രോപ്സ് ഏതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്? അതേതൊക്കെയാണ്? ഗ്രാഫൈറ്റ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഗ്രാഫീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളറീൻസ് ഉണ്ട്. അപ്പം കാർബണിൻ്റെ അലോട്രോപ്സ് ആണ് ഏതൊക്കെ? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, അതുപോലെ തന്നെ ഫുള്ളറീൻസ്. അപ്പം കാർബൺ അലോട്രോപ്പായ ഫുള്ളറീൻസിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? മറക്കരുത്, നോട്ട് ചെയ്തോണം. എത്രയാണത്? അത് 60 ആണ്. അപ്പോൾ ഫുള്ളറീൻസിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 60 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ കാർബണിൻ്റെ മറ്റ് അലോട്രോപ്സുകൾ ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ഓപ്ഷനിൽ. പല പല തവണ ഓപ്ഷനിൽ തന്നിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ കാർബണിൻ്റെ അലോട്രോപ്പ് അല്ലാത്തത് ഏതാണ്, കാർബണിൻ്റെ അലോട്രോപ്പ് ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചു. കാർബൺ അലോട്രോപ്സ് ഏതൊക്കെയാണ് മെയിനായിട്ടും? അത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രാഫീൻ, അതുപോലെ തന്നെ ഫുള്ളറീൻസ്. ഇപ്പോൾ ഫുള്ളറീൻസിൽ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്? 60 ആണ് ഉള്ളത്. അതും നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചോളാം. നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ഓൺ ഡാഷ്. ഇന്ത്യയിലെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്? 24th ജാനുവരി, 23rd മാർച്ച്, 21st സെപ്റ്റംബർ, 9th ഫെബ്രുവരി. അപ്പം ഇന്ത്യയിലെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? അത് 24th ജാനുവരിയാണ്. ജനുവരി 24 ഇന്ത്യയിൽ എന്ത്? നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ്? അത് ഒക്ടോബർ 11 എന്നാണ് ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ്? ഒക്ടോബർ 11 അപ്പം നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഇന്ത്യയിൽ എന്നാണ്? ജനുവരി 24. ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ്? അത് ഒക്ടോബർ 11. SSCക്കും അതുപോലെ തന്നെ RRBക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേയ്സിൽ നിന്നും എന്താണ് അതിൻ്റെ ഓരോ വർഷത്തെ തീമുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. 2023 ഈ ഡേയുടെ തീം എന്തായിരുന്നു, അല്ലെങ്കിൽ 2024 ഈ ഡേയുടെ തീം എന്തായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ 2024 തീം എന്താണെന്ന് വേണേൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന എക്സാമിന് ചോദിച്ചേക്കാം. ഏതാണ് ആ തീം? എന്താണ്? ഗേൾസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ 2024 ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ തീം എന്താണ്? ഗേൾസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. അപ്പം മറക്കാതിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 24. ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ്? ഒക്ടോബർ 11. 2024 ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേയുടെ തീം എന്താണ്? ഗേൾസ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ മേക്സ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ? റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന അന്തരീക്ഷത്തിന്റെ പാളി അല്ലെങ്കിൽ ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പം ഏത് പാളിയാണ്, ഏത് ലെയറാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്? അത് അയണോസ്ഫിയർ ആണ്. അപ്പം അന്തരീക്ഷത്തിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ലെയർ ഏതാണ്? അത് അയണോസ്ഫിയർ ആണ്. മറക്കാതിരിക്കുക, നോട്ട് ചെയ്ത് നോക്കുക. അയണോസ്ഫിയർ ആണ് എന്ത്? അറ്റ്മോസ്ഫിയറിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. വിച്ച് എമിനന്റ് പേഴ്സൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബർദോളി? ബർദോളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി ആരാണ്? മഹാവീർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഗുരു നാനക്, ഔറോബിന്ദോ ഘോഷ്. ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പം ബർദോളിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് SSCയും RRBയും ഒക്കെ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ബർദോളിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? 1928 നടന്ന ബർദോളി സത്യാഗ്രഹം അത് നയിക്കുന്നത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ എന്നാണ് ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്? 1928 ആരാണ് അത് ലീഡ് ചെയ്യുന്നത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ സർദാർ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? അതും സർദാർ വല്ലഭായ് പട്ടേലെയാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരാണ്? ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ
അതുമാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ബർദോളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലീഡർ ആരാണ്? അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണ്? അതും സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹം ഏതു വർഷമാണ്? 1928 ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ സർദാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരാണ്? അതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ തന്നെ 1991 ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നുണ്ട്? ഭാരതരത്ന ലഭിക്കുന്നുണ്ട്. ഭാരതരത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണെന്ത്? ഭാരതരത്ന എന്ന് പറയുന്നത്. അത് 1991 മരണശേഷമാണ് ആർക്ക് ലഭിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിന് ലഭിക്കുന്നത്. അപ്പം ബർദോളിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലീഡർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാണ് ഈ ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്? 1928 ആരാണ് അത് ലീഡ് ചെയ്യുന്നത്? അതും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ സർദാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? അതുമാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. PYQ സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം.